ശ്രീ ടി സിദ്ദിഖ്, വളരെ കാലമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് വയനാട് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത്. ആ ഒരു ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു നേട്ടം, ഗുണം ഒക്കെ ഏതു രീതിയിലാണ്? ഒന്ന്, ഈ വയനാട് ദുരന്തത്തെ L3 കാറ്റഗറി ഡിസാസ്റ്റർ ഓഫ് സിവിയർ നാച്ചർ എന്ന തലത്തിൽ ആയി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ദുരന്തബാധിതരുടെ, സംസ്ഥാനത്തിന്റെ പൊതുപ്രവർത്തകരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഡിമാൻഡായിരുന്നു. കാരണം നമുക്ക് ഈ പ്രഖ്യാപനത്തോടു കൂടി ഒത്തിരി സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. ഒന്ന്, കേന്ദ്രം നമുക്ക് നിർബന്ധമായും പണം തരേണ്ടി വരും. കാരണം അതിതീവ്ര ദുരന്തം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് ജില്ലാ ഭരണകൂടത്തെ കൊണ്ടോ സംസ്ഥാന ഭരണകൂടത്തെ കൊണ്ടോ ഒന്നിച്ചോ അവർക്ക് കൂട്ടായി നിർവഹിക്കാൻ സാധിക്കാത്തതും കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുള്ളതുമായ ദുരന്തമാണ് L3 കാറ്റഗറി ഡിസാസ്റ്റർ ഓഫ് സിവിയർ നാച്ചർ അതിതീവ്ര ദുരന്തം എന്നുള്ളത്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ സഹായം നിർബന്ധമായും കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം, നമ്മുടെ അവിടെയുള്ള നിരവധിയായ ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ള ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, അതിൽ നാഷണലൈസ്ഡ് ബാങ്ക്സും അതുപോലെ സഹകരണ മേഖലകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ, ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കടം മുഴുവൻ സ്വാഭാവികമായും ഈ അതിതീവ്ര ദുരന്തം എന്ന രീതിയിൽ സ്വാഭാവികമായി അത് ടേക്ക് ഓവർ ചെയ്യേണ്ടതായ സാഹചര്യം RBIയുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ രാജ്യത്തെ MP-മാർക്ക് അവരുടെ MP ഫണ്ടുകൾ നമുക്ക് നൽകാനുള്ളതായ പ്രത്യേകമായിട്ടുള്ള സൗകര്യം അതുമൂലം ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ടോട്ടലി നമ്മുടെ കയ്യിൽ ഇപ്പോ CMDRFന്റെ 682 കോടിയിലധികം രൂപ നമ്മുടെ കയ്യിലുണ്ട്. SDRFന്റെ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. വിവിധ സ്പോൺസേഴ്സിന്റെ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് പണം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം കിട്ടുന്നതിന്റെ പുറമെ അന്തർദേശീയ തലത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാനും, അങ്ങനെ വരുമ്പോൾ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നാച്ചർ എന്നതാണോ അല്ലയോ എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഈ സിവിയർ നാച്ചർ എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി അന്താരാഷ്ട്ര സഹായം ആവശ്യമാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാനും കേരള ഗവൺമെന്റിന് സാധിക്കും. സ്വാഭാവികമായി ഈ തീരുമാനം ഏറെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഏറെ ആശ്വാസകരമാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ഏറെ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന ഒരു തീരുമാനമാണത്. അത് വളരെ വൈകിയാണ് എടുത്തത് എന്നുള്ളത് മറ്റൊരു കാര്യം. വൈകിയാണെങ്കിലും നമുക്കിത് ലഭിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. അതെ, ശ്രീ ടി സിദ്ദിഖ് MLA, വൈകിയാണെങ്കിലും ഇപ്പോൾ ശരിക്കും വീണ്ടും ജീവൻ വെച്ച പുനരധിവാസ ചർച്ചകൾക്ക് ഇത് എങ്ങനെയാണ്, എത്രമാത്രം സഹായകരം ആകുമെന്നാണ് പ്രതീക്ഷ? ഹലോ ടി സിദ്ദിഖ് MLA, കേൾക്കാമെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു പുനരധിവാസ ചർച്ചകൾക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു സഹായം ഇത് എങ്ങനെ സഹായം ആകുമെന്നാണ് ഈ ഒരു തീരുമാനത്തിലൂടെയുള്ള പ്രതീക്ഷ? സ്വാഭാവികമായും ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വളരെ മന്ദീഭവിച്ച ഒരു നിലയിലേക്ക് പോകുന്ന സമയത്തുണ്ടായിട്ടുള്ള ഈ കേന്ദ്ര സർക്കാർ തീരുമാനം ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും. മാത്രമല്ല, സർക്കാരിന് സാമ്പത്തികമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇനി ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ആ കാര്യത്തിൽ ഉണ്ടാകാതെ പോകാൻ സഹായിക്കും എന്നതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പിൻബലവും ഇനി ഉണ്ടാകും. അതുകൊണ്ട് സമയബന്ധിതമായിട്ടുള്ള പുനരധിവാസത്തിലേക്ക് ഇനി സർക്കാരിന് കടക്കാം. ശരി, വളരെയധികം നന്ദി ടി സിദ്ദിഖ് MLA പ്രതികരിച്ചതിന്.